ഇനി നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് പഠിക്കാം. ഇതാണ് ഒരു ഇക്വേഷൻ. ax പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സ് വൈൻ്റെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും, എ ബി സി എന്നുള്ളതിനെ നമ്മൾ കോൺസ്റ്റൻസ് പറയും. ഇപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0. അടുത്ത ഇക്വേഷൻ നമുക്ക് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് രണ്ടിനെ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ രണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എക്സും വൈക്കും പോയിന്റുകൾ ഓരോ ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഗ്രാഫ് വരയ്ക്കുകയാണ്. അങ്ങനെ രണ്ട് ഗ്രാഫ് വരച്ചെന്ന് വെച്ചു. ഈ രണ്ട് ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പം ഇത് ഇന്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ ആ രണ്ട് ഗ്രാഫുകളും ഇന്റർസെക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഒരു കുറേ സൊല്യൂഷൻ കിട്ടണം, അതായത് കുറേ സൊല്യൂഷന് ഉണ്ട്, ആ ലൈൻസ് കോയിൻസൈഡ് ചെയ്യുവാണ്. അപ്പം മെനി സൊല്യൂഷൻസ്, അതായത് അവിടെ ഇവിടെ എല്ലാം ഇത് കൂട്ടിമുട്ടും. അങ്ങനെ ആണെങ്കിൽ കൂട്ടിമുട്ടുന്നതാണെങ്കിൽ a1/a2 ഇസ് ഈക്വൽ ടു b1/b2 ഇസ് ഈക്വൽ ടു c1/c2 എന്നാണെങ്കിൽ കൺസിസ്റ്റന്റ് പെയർ, ഡിപെൻഡന്റ് പെയർ സൊല്യൂഷൻ എന്ന് പറയും. അതിന് കുറേ സൊല്യൂഷൻസ് കാണും. ഇനി ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് തമ്മിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇല്ല എന്നാണ്. അങ്ങനെ വരണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. a1/a2 ഇസ് ഈക്വൽ ടു b1/b2 ഇസ് നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ ഇത് ഈ രണ്ട് ലൈൻസ് തമ്മിൽ പാരലൽ ആയിരിക്കും. ഇതാണ് ഈ വേരിയബിൾസ് വെച്ചിട്ട് ഈ ലൈൻസ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ട് ഇക്വേഷൻസ് തന്നു. ഈ രണ്ട് ഇക്വേഷൻസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, എങ്ങനെ വൈയുടെയും എക്സിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് തരികയാണ്. എക്സ് പ്ലസ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ മെത്തേഡിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് രണ്ടിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യത്തെ മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 8. അടുത്ത ഇക്വേഷൻ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 10. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷനെ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എക്സ് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 4y അല്ലേ. ഒരു ഇക്വേഷന്റെ ഇപ്പുറത്തുള്ള സാധനത്തിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും സൈൻ മാറും. അപ്പൊ ഇപ്പുറത്തോട്ട് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ 4y മൈനസ് 4y ആയിട്ട് മാറും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 8 മൈനസ് 4y ആയില്ലേ. ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇതിനകത്ത് ഓൾറെഡി ഒരു എക്സ് ഉണ്ടല്ലോ. ഈ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇതിനെ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? 8 മൈനസ് 4y, ഈ എക്സിനെ ഫുള്ള് ഇതായിട്ട് ഇട്ട് കൊടുക്കുക. മൈനസ് 2y ഇസ് ഈക്വൽ ടു 10. 8 മൈനസ് 4 മൈനസ് 6 മൈനസ് 4 മൈനസ് 2 മൈനസ് 6 മൈനസ് 6y ഇസ് ഈക്വൽ ടു 10. ഇനി ഈ 6നെ ഇപ്പുറത്ത്, മൈനസ് 6നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 6 ആവും. ഈ പ്ലസ് 10നെ ഇപ്പുറത്തോട്ടാവുമ്പോൾ മൈനസ് 10 ആവും. അപ്പൊ 8 മൈനസ് 10 ഇസ് ഈക്വൽ ടു 6y. ഇനി ഇത് ഫുള്ള് ഇങ്ങനെ തിരിക്കുക എന്താ വെച്ചാൽ 6y ഇസ് ഈക്വൽ ടു 8 മൈനസ് 10, അല്ലെങ്കിൽ 6y ഇസ് ഈക്വൽ ടു മൈനസ് 2, y ഇസ് ഈക്വൽ ടു മൈനസ് 2/6 ഇസ് ഈക്വൽ ടു മൈനസ് 1/3. ഇങ്ങനെ വൈയുടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ y ഓൾറെഡി ഉണ്ട്. നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 8 മൈനസ് 4y എന്ന് എഴുതിയിട്ടില്ലേ. അപ്പൊ എക്സിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എന്ന് പറയുന്നത് 8 മൈനസ് 4y നമ്മൾ ഓൾറെഡി എഴുതി. ഇപ്പൊ y കണ്ടുപിടിച്ചു. അപ്പൊ ആ വൈയെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. y ഇക്വേഷൻ മൈനസ് 1/3. അപ്പൊ ഇത് 8 മൈനസ് 4/3, മൈനസ് 4 പ്ലസ് ആവും, പ്ലസ് 4/3. അതായത് ഇത് ചെയ്യുമ്പം 28/3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി എലിമിനേഷൻ മെത്തേഡ്, ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. ഇനി എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം എക്സ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 8, എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 10. ഈ ഇതിനകത്ത് ആദ്യമേ ഈ ഒരു കോഎഫിഷ്യന്റ് രണ്ടും ഈക്വൽ ആക്കണം. ഇതിപ്പോ ഓൾറെഡി ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഇരിക്കുകയാണ്. 1 ആണ്. സപ്പോസ് 1 അല്ല വേറൊരു നമ്പർ ആണെങ്കിൽ എല്ലാത്തിനെയും ഒരേ നമ്പർ വെച്ച്, സപ്പോസ് ഇത് ഇപ്പം എക്സ് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഇരിക്കുക. ഇപ്പൊ സപ്പോസ് ഇത് ഒരു 5ഉം ഇതൊരു 8 വരുന്നെന്ന് വെച്ചോ. അപ്പം ഈക്വൽ അല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൈയെ സെയിം ആക്കാം. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ ഓൾറെഡി 4y ആണ്. ഇത് 4y ആക്കാൻ വേണ്ടി ഫുൾ ഇക്വേഷനെ 2h ഇൻറ്റു ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി ചെയ്യണം. ഇപ്പൊ ഓൾറെഡി എക്സ് ഇങ്ങനെ ആയതുകൊണ്ട്
നമുക്കിത് രണ്ടിനെയും കൂടി വെറുതെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പം ഞാൻ വേറൊരു മെത്തേഡും കാണിച്ചു തരാം. ഈ y ഈക്വൽ ആക്കിയുള്ള ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇത് നോക്കിക്കോ, ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ x മൈനസ് എക്സ് എത്ര 0. 4 മൈനസ് മൈനസ് 2y, 4 മൈനസ് മൈനസ് 2, 4 പ്ലസ് 2 6, 6y is equal to 8 minus 10 minus 2. So y is equal to minus 2 by 6 is equal to minus 1 by 3. വീണ്ടും എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നിന്ന് 8 ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 4y എന്ന് എഴുതിക്കൂടെ? എന്നിട്ട് 8 മൈനസ് 4 ഇൻറ്റു വൈക്ക് പകരം മൈനസ് 1 by 3 ഇസ് ഈക്വൽ ടു 28 by 3. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇതിനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, y ഈക്വൽ ആക്കുന്നതും നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എക്സ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 8 ആണ്. അതുപോലെ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 10 ആണ്. ഈ ഇക്വേഷൻ ഇതുപോലെ ആക്കാൻ വേണ്ടി ഇതിനെ ഞാൻ 2 വെച്ച് ഇൻറ്റു ചെയ്യും. അപ്പം 2x മൈനസ് 4y ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. എന്നിട്ട് ഈ ഇക്വേഷൻ അതായത് എക്സ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 8, 2x മൈനസ് 4y ഇസ് ഈക്വൽ ടു 20. ഒരു ടേം നമ്മൾ കളയുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം മൈനസ് ചെയ്താൽ ഇത് മാറത്തില്ല, പ്ലസ് ചെയ്താൽ മാറത്തില്ലേ? അതായത് 4 പ്ലസ് മൈനസ് 4 0 അല്ലേ? അതായത് 4 പ്ലസ് മൈനസ് 4 0 അല്ലേ? മൈനസ് ചെയ്താൽ പോകത്തില്ല, കാരണം 4 മൈനസ് മൈനസ് 4 8 ആയി മാറും. അപ്പോൾ ഇത് പ്ലസ് ചെയ്യണം. ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2x 3x പ്ലസ് 0 ഇസ് ഈക്വൽ ടു 28. അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു 28 by 3 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എക്സ് കണ്ടുപിടിച്ചതാണ്, മറ്റേടത്ത് ഞാൻ ഓൾറെഡി അങ്ങ് വൈ കണ്ടുപിടിച്ചു. അതുപോലെ ഇപ്പം തിരിച്ച് ഞാൻ കണ്ടുപിടിച്ചു. സെയിം അല്ലേ? എക്സ് കറക്റ്റ് അല്ലേ? അപ്പം ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഓൾറെഡി എക്സ് നമുക്ക് സെയിം ടേം ആയിട്ട് നമുക്കൊന്ന് ചെയ്യേണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒരു മൂന്നാമത്തെ മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തതാണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തു, എലിമിനേഷൻ മെത്തേഡ് ചെയ്തു. ഇനി അടുത്ത മെത്തേഡിനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ആദ്യമേ നമുക്ക് എപ്പോഴും ഒരു ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇതിനകത്ത് നോക്കി, 2x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 8, 8 മൈനസ് 2y ഇസ് ഈക്വൽ ടു 10. ഇതാണ് രണ്ട് ഇക്വേഷൻ. അത് ഈ ഫോമിൽ എഴുതണം. ഈ ഫോം എഴുതുക എന്ന് പറയുമ്പം എക്സ് പ്ലസ് 4y മൈനസ് 8 ഇസ് ഈക്വൽ ടു 0യും ഇത് ഇപ്പുറത്തോട്ട് വരണം. അപ്പം എക്സ് മൈനസ് 2y മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മൾ ഇക്വേഷന് മറ്റെഴുതുക. ഇനി ഇതിനകത്ത് a1 എന്താ? a1 എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 1, a2 എന്താ? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, b1 എന്താ? 4, b2 എന്താ? -2. അതുപോലെ c1 എന്താ? -8, c2 എന്താ? -10. ഇത് ഇത്ര എഴുതി വെക്കുക. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ ഉണ്ട്, എക്സ് ബൈ, ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി, ബി സി മൈനസ് ബി സി ഇസ് ഈക്വൽ ടു വൈ ബൈ സി എ മൈനസ് സി എ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ എ ബി മൈനസ് എ ബി. ഇനി ഇതിൻ്റെ അടിയിൽ 1 2 2 1 1 2 2 1 1 2 2 1 എന്ന് എഴുതുക. ഓക്കെ, അതായത് എക്സ് ബൈ b1 ഏതാ? 4 ഇൻറ്റു c2 ഏതാ? -10 മൈനസ് b2 എന്താ? -2 ഇൻറ്റു c1 എന്താ? -8. കണ്ടോ? ഇസ് ഈക്വൽ ടു y ബൈ c1 a1 c2 a2 ആ. അപ്പം അതായത് 1 2 2 1 1 2 2 1 1 2 2 1 അങ്ങനെ എഴുതണം കേട്ടോ. 1 2 2 1 1 2 2 1 1 2 2 1. എന്നിട്ട് ഓരോ ടേംസും എന്താണെന്ന് ഇവിടുന്ന് എടുത്തെടുത്ത് എഴുതാം. എടുത്തു വരുമ്പം y ബൈ -8 പ്ലസ് 10 ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഈക്വൽ സൈനിന് അപ്പുറത്തുള്ളതാണ് കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 ബൈ a1 b1 a2 b1 അത് എത്ര? -2 -4. അത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഓരോ ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കണം. അപ്പം എക്സ് ബൈ -56 ഇസ് ഈക്വൽ ടു y ബൈ 2 ഇസ് ഈക്വൽ ടു 1 ബൈ -6 എന്ന് കിട്ടും. ഇനി ഇത് ഓരോന്നും ഈ കോൺസ്റ്റന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് എക്സ് ബൈ -56 ഇസ് ഈക്വൽ ടു 1 ബൈ -6. അപ്പം എക്സ് എന്താ കിട്ടും? -56 ബൈ -6 എന്ന് കിട്ടും, 28 ബൈ 3 എന്ന് കിട്ടും. ഇനി അതുപോലെ y ബൈ 2 ഇത് ഇക്വേറ്റ് ചെയ്താലോ? y ബൈ 2 ഇസ് ഈക്വൽ ടു -1 ബൈ 6 എന്ന് കിട്ടും.
y ഈസ് ഈക്വൽ ടു -2/6 എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു -1/3 എന്ന് കിട്ടും. കണ്ടോ, നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചു. ഇതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതിയിട്ട് 1 2 2 1 1 2 2 1 1 2 2 1 അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയാണ് പോളിനോമിയൽസിനെ പറ്റി. ഇനി നമ്മൾ അർത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അർത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എഴുതുന്നു. ആ എഴുതുന്ന നമ്പേഴ്സ് തമ്മിൽ ഒരു ഡിഫറൻസ് കാണും. അത് ഫൈനൈറ്റും ആയിരിക്കും, ഇൻഫൈനൈറ്റും ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കുത്തിട്ട് അങ്ങനെ പോകുന്നു നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് നമ്പേഴ്സ് 10 വരെ. ഇതിനെ ഫൈനൈറ്റ് എന്ന് പറയും, ഇതിന് ഇൻഫൈനൈറ്റ്, അതായത് തീരുന്നില്ല. ഇത് ഫൈനൈറ്റ്. ഈ ഓരോ നമ്പർ തമ്മിലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കാണും. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. ഈ ഡിഫറൻസ് എന്ന് വെച്ചാൽ 0 ആവാം, പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 2 3 4 ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. 3 3 3 3 ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ -0.1 -1.5 -2.0 -2.5 ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് -0.5. അതായത് ഈ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ 2 ടേംസും തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. ഫൈനൈറ്റ് അർത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. ഇൻഫൈനൈറ്റ് ഉണ്ട്, അതായത് അങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കുത്തിട്ടിടുന്ന അർത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. അതിന് ഇൻഫൈനൈറ്റ് അർത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അതിനൊരു ലാസ്റ്റ് നമ്പർ കാണത്തില്ല. ഫൈനൈറ്റ് അർത്തമെറ്റിക് പ്രോഗ്രഷന് ഒരു ലാസ്റ്റ് നമ്പർ കാണും. ഈ ലാസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ആ nth ടേം കണ്ടുപിടിക്കുന്നത് an എന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ a എന്ന് പറയുന്നത് ആ പ്രോഗ്രഷന്റെ ആദ്യത്തെ നമ്പർ a, n എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട് n, d എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം 2 4 6 8 10 എന്ന് പറയുന്ന ഒരു പ്രോഗ്രഷനാണ്, അർത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഇതിന്റെ 4 - 2 എത്ര? 2. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. എത്ര എണ്ണം ഉണ്ട് n? 1 2 3 4 5. അപ്പൊ n എന്ന് പറയുന്നത് 5 ആണ്. a ആദ്യത്തെ ടേം എന്താ? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2. അപ്പൊ a ഓഫ് ദ nth ടേം, അവസാനത്തെ ടേം കണ്ടുപിടിക്കുന്നത് a പ്ലസ് n-1 ഇൻറ്റു ഡി. അതായത് 2 പ്ലസ് n എന്ന് പറയുന്നത് എത്ര? 5. സോറി 5 - 1 ഇൻറ്റു 2. അതായത് 2 പ്ലസ് 4 ഇൻറ്റു 2 8. അതായത് 2 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 10. nth ടേം 10 അല്ലേ? അങ്ങനെയാണ് nth ടേം കണ്ടുപിടിക്കുന്നത്. ഇനി അതായത് നമ്മൾ am എന്ന് പറയുന്ന ഒരു m നമ്പർ ഓഫ് ടേംസ് ഉള്ളതിന് am ആണ് ലാസ്റ്റ് ടേം. ഈ ലാസ്റ്റ് ടേമിനെ നമ്മൾ l എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രഷന്റെ സം ഓഫ് ദ ടേംസ് ചിലപ്പോൾ 1 2 3 4 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ഇങ്ങനൊരു സം, അതിനാണ് സം ഓഫ് ദ ടേംസ്. സം ഓഫ് ദ ടേംസ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സം ഓഫ് ദ ടേംസ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. അതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6 എന്ന് പറയുന്ന ഒരു നമ്പേഴ്സ്. ഇതിനകത്ത് n എന്താണ്? 1 2 3 4 5 6. n എന്ന് പറയുന്നത് 6 ആണ്. a എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ ടേം 1. d എന്ന് പറയുന്നത് എന്താ? ഡിഫറൻസ് 1. അപ്പോൾ സം എന്തായിരിക്കും? സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. അതായത് 6/2 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 6 - 1 ഇൻറ്റു 1. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. ഇങ്ങനെയാണ് സം ഓഫ് ദ അർത്തമെറ്റിക് പ്രോഗ്രഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് n പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? 1 2 3 4 അങ്ങനെയുള്ള n പോസിറ്റീവ് നമ്പേഴ്സിന്റെ സം കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. n ഇൻറ്റു n+1/2. എത്ര എണ്ണം ഉണ്ട്? n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എത്ര നമ്പേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ n എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് അർത്തമെറ്റിക് പ്രോഗ്രഷൻ. അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ആണ്. ഈ a b c എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0. a b c എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ ഇങ്ങനെയുള്ള ഇക്വേഷൻസിനകത്ത് എക്സിന്റെ വാല്യൂ എത്ര എണ്ണം കാണും? എക്സിന് 2 വാല്യൂസ് കാണും.
എക്സിന് 2 വാല്യൂ എന്ന് വെച്ചാൽ എക്സിന്റെ സീറോസ്, ഇങ്ങനെയുള്ള ഇക്വേഷന് സീറോസ് 2 ആയിരിക്കും. സീറോസ് എന്ന് വെച്ചാൽ ഏതൊരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയി മാറുന്നത് അതിനെയാണ് സീറോ എന്ന് പറയുന്നത്. സീറോസ് ഓഫ് ദാറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് സീറോസ് ഉണ്ട്, അല്ലെങ്കിൽ സീറോസ് എന്നും പറയാം, 2 റൂട്ട്സ് ഉണ്ടെന്നും നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഫയും ബീറ്റയും ആണെന്ന് അതിന്റെ 2 റൂട്ട്. ആ 2 റൂട്ട്സ് സം ചെയ്യുമ്പോൾ -p/e എന്നും ആ 2 റൂട്ട്സ് ഇൻറ്റു ചെയ്യുമ്പോൾ c/a നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പല മെത്തേഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഈ ക്വാഡ്രാറ്റിക് ഫോമിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഏറ്റവും നല്ലത്. പക്ഷെ ജസ്റ്റ് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, ഒരു മിനിറ്റ്.